അന്നരാജൻ ആദ്യമായി കൊണ്ടാടുകയാണ്. എല്ലാ വർഷം 3 കല ഇടും. തവണ എത്ര മണിക്കൂർ കൊണ്ട് നിന്നതാ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ആറ്റുകാൽ പൊങ്കാലയുടേത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്നലെ കുറേ നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ കയറി നോക്കിയാൽ യൂട്യൂബ് വരെ ഉണ്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് കുറേ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭക്തിയോടുകൂടി നോയമ്പെടുത്ത് അതിൻ്റേതായ രീതിക്ക് പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആറ്റുകാൽ പൊങ്കാല. അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പവിത്രത വേണം ഇല്ലേ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിന് പൊങ്കാലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നോയമ്പെടുത്ത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതിലേറെ നമ്മൾ സന്തോഷത്തോടു കൂടി പോയി ചെയ്യുന്നൊരു കാര്യമാണിത്. അവിടെ വന്ന് ഈ മാതിരി തോന്നിവാസങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നല്ല ചുട്ട അടിയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ളതിനൊക്കെ അടിച്ച് വേണം അവിടെ നിറക്കി വിടാനായിട്ട്. അല്ലാതെ അവിടെ പൊങ്കാല ഇടാനൊന്നും സമ്മതിക്കരുത്. അതാണ് വേണ്ടത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ അന്നരാജൻ എന്ന് പറഞ്ഞ് ഇവർ കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ എല്ലാം കണ്ട് ഹണി റോസ് ഇറങ്ങിയപ്പോഴാണ് ഇവരും ആ പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷേ അന്ന് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയി. പുള്ളിക്കാരി ഇപ്പോൾ എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉദ്ഘാടനവും കാര്യങ്ങളും എനിക്കൊന്ന് മറ്റേ ബോബി ചെമ്മണ്ണൂർ അവരെ കളിയാക്കി എന്നും പറഞ്ഞൊരു കേസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സാധനത്തിനൊന്നും ഇപ്പോൾ ആരും ഉദ്ഘാടനത്തിന് വിളിക്കാറില്ലെന്ന് തോന്നുന്നു. ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ഇവർക്കൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഞാൻ കാണാറില്ല. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണാറില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന് ഞാൻ ഒരു ഇതും പറയുന്നില്ല. പക്ഷേ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ രീതിക്ക് വേണം നമ്മൾ പോകാനായിട്ട് ഇല്ലേ? നമ്മളൊരു മരണ വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിക്കല്ലേ പോകുന്നത്. ഒരു കല്യാണ സ്ഥലത്ത് പോകാമെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിക്കാണ് പോകുന്നത്. അങ്ങനെ ഓരോ ഫംഗ്ഷനും നമ്മുടെ ഡ്രസ്സിങ്ങിന് ഓരോ വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊരു അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കഴിവതും കൂടുതൽ എല്ലാവരും സെറ്റ് മുണ്ട് കൊടുത്ത് ആ കുളിച്ച് ഒന്ന് വൃത്തിയായിട്ട് പോകുന്ന കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. പിന്നെ സെറ്റ് മുണ്ട് കൊടുക്കാത്തവരാണെങ്കിൽ പോലും നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സുകളിട്ടേ അവർ പോകുള്ളൂ. അല്ലാതെ ജീൻസും ടോപ്പും ഇട്ടൊന്നും അമ്പലത്തിൽ പോയി ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ. ഞങ്ങളുടെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ ആരും വരാറില്ല. എല്ലാവരും അതിൻ്റേതായ രീതി മാന്യമായിട്ടുള്ള, പിന്നെ വെളിയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ എങ്ങനെ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ വന്ന് കയറുന്നത്. എന്നാൽ അവരാണെങ്കിൽ പോലും ഉണ്ടല്ലോ ആ ഒരു മാന്യമായിട്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഈ അന്നരാജൻ്റെ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്, കുറേ വീഡിയോസ്. അത് ഈ നീലക്കുയിലെന്ന് പറഞ്ഞ ആ പന്നന്മാരാണ് ഈ വീഡിയോയ്ക്ക് കൂടുതൽ എടുത്തേക്കുന്നത്. അവന്മാരെന്ന് പറഞ്ഞാൽ ഈ അന്നരാജൻ്റെ അടുത്ത് തന്നെയല്ല കേട്ടോ. മിക്ക അമ്മമാർ ഇങ്ങനെയുള്ള ചാനലൊന്നും അതിനകത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കരുത്, ഇറക്കി വിടുക തന്നെ ചെയ്യണം. കാര്യം പൊങ്കാലയാണ് അവിടെ നടക്കുന്നത്. ഈ പൊങ്കാല കലവോ അല്ലെങ്കിൽ ആ അടുപ്പോ അതിൻ്റെ കാര്യങ്ങളോ അതൊന്നും അല്ല വീഡിയോ വരുന്നത്. ഇവരെങ്ങോട്ടെങ്കിലും ഒരു ഇച്ചിരി തിരിയുന്നുണ്ടോ ആ സെക്കൻഡ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണാമോ അതെടുക്കാമെന്നുള്ള മൈൻഡിലാണ് ഇവന്മാർ നിൽക്കുന്നത്. അത് ഇവരുടെ തന്നെയല്ല, പലരുടെയും വീഡിയോസ് അങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അന്നരാജൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഇവരെന്തായാലും പൊങ്കാലയ്ക്ക് വരുവാന്ന് ഇവർ നോയമ്പെടുത്തിട്ടൊക്കെ ആയിരിക്കും വന്നത്. അപ്പോൾ ഇതിന് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. ആ തയ്യാറെടുക്കുന്ന സമയത്ത് ഇവരെ അങ്ങേറ്റ വയറ് തുറന്ന് നടക്കുന്ന ബ്ലൗസ് ഇട്ടുകൊണ്ട് നടന്നോട്ടെ ഇവരെല്ലാ സമയത്ത്. ഈ സമയത്ത് ഇവർക്ക് മാന്യമായിട്ടൊരു ബ്ലൗസ് തയ്ച്ച് ബ്ലൗസിൻ്റെ കഴുത്തൊന്നും ഇത്ര ഇറക്കി തയ്ക്കാതിരുന്നാൽ ഒരിടവും ചാടിക്കിടക്കുന്ന കാണുകയില്ല. ഞങ്ങളൊക്കെ സാരി ഉടുക്കുന്നവരാണ്. ഈ ബ്ലൗസ് ഒരിച്ചിരി ഇറക്കവും വെച്ച് അതിൻ്റെ കഴുത്തൊക്കെ ആ ഒതുക്കി തയ്ച്ചാൽ, ഈ ഫ്രണ്ട് ആണെങ്കിലും ഇത്രയും ഓപ്പൺ ആക്കാതെ ഒന്ന് ഒതുക്കി തയ്ച്ചാൽ ഒരിടവും കാണുകയില്ല. പിന്നെ ഈ പുള്ളിക്കാരി കൂടുതലും ഫിറ്റിംഗ് ആണ്, അവളുടെ സത്യം ഞാൻ പറയാം. കാര്യം ഇവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇവരൊരു ഗൗണ് പോലത്തെ എന്തൊരു സാധനമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്, ഒരിടവും ചാടിക്കിടപ്പില്ലായിരുന്നു. ഒരിടവും. അന്ന് അതിൻ്റെ താഴെ വന്ന് ഒരുപാട് കമൻറ്റുകളുണ്ടായിരുന്നു, മൊത്തം ഫിറ്റിംഗ് ആണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. ഇവർ ഇത്രയും ആ ഒരു ബായ്ക്കോശൊന്നും ഇത്രയും വൃത്തികേടായിട്ടല്ല ഇരിക്കുന്നത്. ഇവരതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് വന്നേക്കുന്നതാണ്. പൊങ്കാലയിടാനല്ല ഇവർ ഉദ്ദേശിച്ച് സത്യം പറഞ്ഞാൽ. ഇവർക്കൊന്ന് ഫെയിം ആകുക അത്രയേ ഉള്ളൂ, സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാകുക. ഇങ്ങനെ കുറേ നാശം പിടിച്ച പെണ്ണുങ്ങൾ നടപ്പുണ്ട് കേട്ടോ ഇങ്ങനെ വൈറലാകാനായിട്ട്, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ച് വൈറലാകാനായിട്ട്. അതേസമയം ആ ചിപ്പിയൊക്കെ അവരൊക്കെ എത്ര മാന്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരൊക്കെ അവർക്ക് വരവും ആ ഒരു പൊങ്കാലയിടലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാ ഭക്തിയാണെന്നറിയാം അവരുടേത്. ഭയങ്കര ഭക്തിയിലാണ് അവർ വന്നിരിക്കുന്നത്. ഈ അന്നരാജൻ എന്ന് പറഞ്ഞ് ഇവരൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ
ഉള്ളവരാണ്, സോഷ്യൽ മീഡിയ തന്നെയുള്ള സിനിമയിൽ ഒക്കെ അഭിനയിക്കുന്നവരാണ്. ഇവർക്കൊരു ക്യാമറ ഇരുന്നാൽ അത് ഏത് ഇതിലാണ് അത് പിടിക്കുന്നത് എന്നുള്ളത് നമ്മളെക്കാളൊക്കെ നല്ല ഇതായിട്ട് അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡ് വെച്ച് പറയാം, നമ്മളെ ആവശ്യമില്ലാതെ ഒരാൾ ഒത്ര അകലെ നിന്നാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മളെ ഒരാൾ മോശമായിട്ടൊരു നോക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് ചെല്ലും. അത് എന്നതും ഒരു ഇതാണ്, എനിക്കങ്ങനെ അനുഭവം തോന്നാറുണ്ട്. കാര്യം നമ്മളെ ആവശ്യമില്ലാതെ ഒരാൾ നമ്മളെ ഒരു മോശം കണ്ണുതലോടെയാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നിയാൽ നമ്മൾ പെട്ടെന്ന് അവരിലേക്ക് ശ്രദ്ധിക്കും. നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടൊരു മൈൻഡ് വരും. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നാറുണ്ട്. നമ്മളൊരു ഇത് നമുക്കതൊരു ശരിയല്ല എന്ന് തോന്നിയാൽ, നമ്മളെ ഒരാൾ മോശമായിട്ടാണ് നോക്കുന്നത് തോന്നിയാൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ അങ്ങോട്ടൊന്ന് ശ്രദ്ധ പോവുക തന്നെ ചെയ്യും. ഇവർ സത്യം പറഞ്ഞ് കാണിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് തന്നെ പോട്ടെ, അവർ ഇനി ബ്ലൗസ് അങ്ങനെ തയ്ച്ചു, അവർക്കൊരു ടൗലോ എന്നെയിലും ഒന്ന് തോളത്തോട്ടിടാലോ, അപ്പോൾ ആ കുഴപ്പം വരത്തില്ലല്ലോ. അല്ലെങ്കിൽ പോട്ടെ, ആ ബ്ലൗസ് ഇനി ഇറങ്ങി ഇരുന്നോട്ടെ, ആ സാരിയുടെ തുമ്പ് ഇപ്പുറത്തോട്ട് കൊണ്ട് നീക്കി ഉണ്ടാക്കി വെക്കാതെ ആ സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ കുത്തിയാൽ വരുമല്ലോ. ഒരു പൊങ്കാല ഇടുന്നതിൻ്റെ അവിടെ ഒരു ഭക്തിപരമായ ഒരു കാര്യമാണ് നടക്കുന്നത്. ചിപ്പിയൊക്കെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്, അവരുടെയൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അത് അതിനേക്കാൾ വലിയ രസം കേട്ടോ. ചിപ്പി പൊങ്കാല ഇടാൻ വരുന്നതിൻ്റെ ഇത് കണ്ടോണേ. എത്ര മണിക്കൂറുണ്ട് നിന്നതാ, ഞങ്ങൾ മൈൻഡ് ചെയ്തൊന്ന് പോയോ? ഞങ്ങളുടെ പൊങ്കാലെടുപ്പിന്റെ അടുത്ത് പോലും ഞങ്ങൾ പോയില്ല. വെയിലത്ത് നിന്ന് വെയിൽ കൊണ്ട് തലവേദന എടുക്കുമായിരുന്നു. പൊങ്കാലെടുപ്പിന്റെ അടുത്ത് പോലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്നതാ തോന്നിയത്? ഇവർ ചിപ്പിയെ കാണാൻ വന്നതാണോ അതോ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വന്നതാണോ? ആറ്റുകാലമ്മയെ കണ്ട് അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വന്നതാണോ ഇവർ ആ ഒരു പ്രാർത്ഥനയോടുകൂടി വന്നതാണ്. അവർ പറഞ്ഞു കേട്ടോ ഒത്തിരി നേരം കൊണ്ട്. ചിപ്പി ഇതിനല്ല വേറൊരു വീഡിയോ ഉണ്ട്, ചിപ്പി പറയുന്നുണ്ട് പൊങ്കാലയുടെ സമയം നിങ്ങൾ പൊക്കോ, നിങ്ങൾ അവർ ഭക്തിയോട് കൂടിയാണ് നിൽക്കുന്നത്. അവർക്ക് അവരുടെ പൊങ്കാലയും കാര്യങ്ങളുമാണ് അവരുടെ മനസ്സിലുള്ളത്. അവരതൊരു വഴിപാടായിട്ട് അവരവിടെ ഒന്ന് ചെയ്ത് ആ ഒരു മനസ്സിന് സന്തോഷത്തോടെ എല്ലാം ഒരു നല്ല രീതിക്ക് അതൊന്ന് ചെയ്ത് അമ്മയ്ക്ക് അർപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നതെന്ന് അവരെ കണ്ടറിയാം. അവർ പറയുന്നുണ്ട് പൊക്കോ, പൊങ്കാല കഴിഞ്ഞ് കാണാം എന്ന്. ഇവർക്ക് ഈ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് പോയി അവരെ കണ്ടുകൂടെ? അത് കഴിഞ്ഞ് എന്തോരം സമയമുണ്ട് കാണാനായിട്ട്. അതിന് മുമ്പേ അവർ ഞങ്ങളുടെ പൊങ്കാല കളത്തിൻ്റെ അടുത്തോട്ട് പോലും ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ കാണാൻ വന്നതാണ്. ആയിക്കോട്ടെ, അവർ നല്ലൊരു നടിയാണ്, എല്ലാമാണ്, അതെല്ലാം സമ്മതിക്കുന്നത്. പക്ഷേ അതല്ലല്ലോ ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ വന്നത് പൊങ്കാല ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ എടുത്തില്ല. അതിനകത്ത് ഒരു അമ്മ പറയുന്നുണ്ട് ഇത് എന്നതാ കാണിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ പൊങ്കാല ഇടാൻ വന്നതല്ലേ ആരും ഒന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കോലങ്ങൾ ഇതിനകത്ത്, കുറേ എണ്ണങ്ങൾ അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ മീര എന്ന് പറഞ്ഞ്, എനിക്കൊന്ന് കോമഡി സ്റ്റാർസിനകത്തൊക്കെയാന്ന് തോന്നുന്നു ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നൊരു മീര എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ഒരു സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അല്ലാതൊക്കെ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അവർ പൊങ്കാല ഇടുന്നുണ്ട്. നോക്കണം, മീരയുടെ അമ്മ എത്ര പ്രായമുള്ളതെന്നറിയോ? ഇത് തന്നെയാണ് ഈ കുയിലെന്ന് പറഞ്ഞ ഇവനാണ് ആ കാണിച്ചേക്കുന്നത്. എന്നതാണോ നീലക്കുയിൽ, അവൻ ആ വീഡിയോ എടുത്തേക്കുന്നത്. അത് നോക്കണം. ഇവനൊക്കെ ദൈവം തമ്മിൽ ശിക്ഷ കൊടുത്തില്ലേ നോക്കിക്കോ. എല്ലാ വർഷം 3 കല ഇടും. 3 കലുണ്ടല്ലേ? 3 കലുണ്ട്. ഒരെണ്ണം എന്റെ, ഒന്ന് അമ്മയുടെ, ഒന്ന് കുഞ്ഞമ്മയ്ക്ക്. കുഞ്ഞമ്മയുടെ വരാൻ പറ്റിയില്ല ഇടാൻ. അടുത്ത വർഷം സുമയ്ക്ക് കൂടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? പൊങ്കാല കലമല്ല അവൻ വീഡിയോ എടുക്കുന്നത്. ആ അമ്മ പോലും അറിയുന്നില്ല അവർ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത്. അതും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്താലേ ഇത് കിട്ടുകയുള്ളൂ. ഇവൻ എവിടെ നിന്നാലും പെണ്ണുങ്ങളുടെ ഈ ഇടത്തെ സൈഡിലേ ഇവൻ നിൽക്കത്തുള്ളൂ. ഇവൻ വലതുവശത്തൊന്നും വീഡിയോ എടുക്കത്തില്ല. അവൻ മറ്റേ അന്നരാജൻ്റെ മാത്രമുണ്ട് വലുത്. കാര്യം അവിടെ നോക്കിയാലും കിട്ടാൻ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തു. ബാക്കി എല്ലാ മനുഷ്യരെ ഇവനെടുത്ത് ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രായം ചെന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഇവനീ കാണി അവരിതൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അവരാ പൊങ്കാല ഇടുന്നതിലും ഒക്കെ ആയിരിക്കും അവർ മനസ്സിൽ ആ ഒരു അർപ്പണത്തോടുകൂടി ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇങ്ങനെ ഇവൻ ഈ സൈഡിൽ കൂടി ഒരു വീഡിയോ എടുക്കുമെന്നും ഇങ്ങനെ ചെയ്യുമെന്നും വിചാരിക്കുന്നില്ല. ഇവനെയൊക്കെ ഉണ്ടല്ലോ നല്ല അടി കൊടുത്ത് വേണം വിടാനായിട്ട്, നല്ല അടി കൊടുത്ത്. ഒരു ഭക്തിപരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് വന്നിച്ച് കാണിക്കുന്ന പരിപാടിയാണ്, സോഷ്യൽ മീഡിയ ഇടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വാർത്തയൊക്കെ വായിക്കുന്ന സുജാ പാർവതി അങ്ങനെ എന്തോന്നാ പേര്, അവർ വന്നിട്ടുണ്ട്. അവരും നിൽക്കുന്നിടത്ത് നിന്ന് അവരാണെങ്കിൽ ഫുൾ കൈ ബ്ലൗസും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കും അമ്മമാർ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് സീൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. ഇതെല്ലാം ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞ ആ ഒരു
ഫോട്ടോയാണ് എടുത്തേക്കുന്നത്. അതും കണ്ടോ, അതായത് സൂം ചെയ്ത് ശരിക്കും കാണിച്ചുണ്ട്, അല്ലെങ്കിൽ അവരുടെ മുഖം വേണേൽ സൂം ചെയ്ത് കാണിക്കാം. അവൻ ആ വയറിൻ്റെ അവിടുന്ന് തന്നെ എടുത്താണ് കാണിച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പേര് ഇവരൊക്കെ തന്നെ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, ഇവൻ്റെയൊക്കെ പേരിൽ. ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ ഒരു ഇടത്ത് നിന്ന് ഒന്നാമത് ചൂട്, ആ കൂടെ അവിടെ മൊത്തം പുക കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ആ കൂടെ നമ്മളിടുന്ന പൊങ്കാല, ആ ഒരു ഭയങ്കര ഭക്തി, ആ നമ്മുടെ മൈൻഡ് ഒരു വേറെ ഇതായിരിക്കും. ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടായിരുന്നത് തന്നെയല്ല, മുഴുവനും പെണ്ണുങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഇതിനിടയ്ക്ക് നിന്ന് വേറെ അവിടെ നിൽക്കുന്നവരാരും ഈ വക കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അവർ ആ ഒരു ചിലപ്പോൾ ഒരു ഇച്ചിരി സാരിയുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കും, വയറ് കണ്ടെന്നിരിക്കും. അതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് എടുത്ത് കാണിക്കാൻ വേണ്ടി കണ്ടിട്ടില്ലാത്തൊരു കണ്ടോ എന്നുള്ള രീതിയിൽ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ ഫുള്ള്. അല്ലാതെ ആറ്റുകാൽ പൊങ്കാലയുടെ നല്ല ചിപ്പിയുടെയൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ചിപ്പിയൊക്കെ മാന്യമായിട്ട് ഡ്രസ്സ് എടുത്ത്, എനിക്കൊന്ന് ചിപ്പിക്കൊക്കെ അറിയാമായിരിക്കും ഇവന്മാരൊക്കെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കും എന്നുള്ളത്. ചിപ്പി തന്നെയല്ല, സൗഭാഗ്യം അങ്ങനെ തന്നെയാണ്, നല്ല രീതിക്കാണ് ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നത്. കാര്യം സൗഭാഗ്യക്കും അറിയാം ഇവന്മാരൊക്കെ ഈ പന്നത്തരം കാണിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ സൗഭാഗ്യ കുനിയുന്ന സമയത്തൊക്കെ അവന്മാർ നോക്കുന്നുണ്ട് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ എന്നിലൊക്കെ കിട്ടുമോ അത് വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവന്മാർ ആ കുനിയുന്നിടത്തൊക്കെ ഇവന്മാർ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ക്യാമറയും കൊണ്ട് നിന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടാതെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവന്മാരങ്ങ് പോകുന്നുണ്ട്. അത്രയ്ക്ക് ഇതുപോലെ നെറുകെട്ട ഒരു ചാനൽ കേട്ടോ ഈ നീലക്കുയിലെന്ന് പറയുന്നത്. ഇത്രയൊരു ഇവൻ്റെയൊക്കെ വീട്ടിലുള്ളവരുടെ അടിയിൽ ഇവന്മാരിങ്ങനെ എടുത്ത് കാണിച്ച് ചെയ്യുമോ? ഒരു വീഡിയോ എടുത്തോട്ടെ, എടുക്കുന്നില്ല, നമ്മളൊന്നും പറയുന്നില്ല, എടുത്തോട്ടെ, മാന്യമായിട്ട് വീഡിയോ എടുത്ത് ഓരോ പൊങ്കാല ഇടുന്നതും ഒക്കെ എടുത്തോട്ടെ. ഇത്ര അതുപോലെ തന്നെ നമ്മുടെ ഐഷു വന്നിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാനായിട്ട്. ഐഷു നിൽക്കുന്ന വേറെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതിനകത്ത് ആ സാരി ഒടിച്ച് കുറേ നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കുനിയും നൂരൊക്കെ ചെയ്യുമ്പോൾ സാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി മാറും. ആ സാരി മാറിയിരിക്കുന്നവരും തന്നെ ഇവന്മാർ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ആ വയറും കാര്യങ്ങളും ഒക്കെ. ഇവന്മാർക്ക് എന്ത് സുഖം, ഇവന്മാരെ വിളിക്കുന്ന തെറികൾ കേൾക്കണം. ഈ നീലക്കുയിലെന്ന് പറയുന്നവരെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര തെറിവിളിയാണ്. ഇതിലിപ്പം അന്നാരാജൻ കാണിച്ചേക്കുന്നത് ഇച്ചിരി ഓവറായിട്ടാണ്. കാര്യം അന്നാരാജൻ ഇച്ചിരി കൂടുതലായിട്ട് കാണിച്ചു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് കാണിച്ചു. മറ്റുള്ളവരൊക്കെ അവർ അറിയുന്നില്ല ഇങ്ങനെയൊക്കെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കിടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി പേര് പൊങ്കാലയുടെ ആനി ഉണ്ടായിരുന്നു, ബീനാൻ്റണി. ഈ ബീനാൻ്റണിക്കൊക്കെ നല്ല വണ്ണം ഉള്ളതാണ്. പക്ഷെ അവരൊക്കെ എത്ര മാന്യമായിട്ടാണ് ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന് അറിയുമോ? എത്ര മാന്യമായിട്ടാണ് അവർ ആ ദേഹം മറയ്ക്കേണ്ട രീതിയിൽ തന്നെ മറച്ചാണ് അവരത് ചെയ്തേക്കുന്നത്. സാരിയൊക്കെ നമ്മളല്ലാതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ കാണിച്ച് നടന്നോട്ടെ. ഈ അമ്പലങ്ങളിലൊക്കെ വന്നേച്ച് ഈ പൊങ്കാല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ വൾഗറായിട്ട് ഡ്രസ്സ് ഇട്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ അത്രയും പൊങ്കാല ഇടുന്നതിനകത്ത് ഭാഗ്യലക്ഷ്മി വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ മാന്യമായിട്ട് തന്നെയാണ്. സൗഭാഗ്യ ആ പൊങ്കാല ഇടാൻ വന്ന് ആ മുടിയൊക്കെ ഒതുക്കി വെച്ച്, അതുപോലെ തന്നെ ചിപ്പിയാണേലും ആ മുടിയൊക്കെ ഒതുക്കി വെച്ച് അങ്ങനെയാണ്. ഈ മുടിയൊക്കെ വന്ന് അതിനകത്തിട്ട് അടിച്ച് അങ്ങനെയൊന്നും അല്ല പൊങ്കാല ഇട്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി അതിൻ്റെ തുമ്പൊന്ന് കെട്ടി വെച്ചാൽ ആ മുടി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ഐഷുവിൻ്റെ ഉടുപ്പ് സാരിയുടെ തുമ്പത്ത് തീയൊക്കെ പിടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നിന്ന് ഒന്ന് ചെയ്യുവാണെങ്കിൽ അത് കാണുന്നവർക്കും ഒരിതുണ്ട്, നമുക്ക് ആ ഒരു ഭക്തിയും കാര്യങ്ങളും ഒക്കെ തോന്നും. ഐഷു മോശമായിട്ട് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധയില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഒന്നാമത് എല്ലാവരും അടുപ്പ് കൂട്ടി ഇങ്ങനെ പുക കാരണം നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും കൂടെയുള്ള പുകകൾ ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ നമുക്ക് കണ്ണ് തുറന്ന് നമുക്കൊരു കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ തീയുടെ അടുത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഈ പുക കാരണം നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല സാരിയുടെ സൈഡിലേക്ക് ഒരു തീയറി പിടിച്ചാൽ. അതിൻ്റെ ഇടയ്ക്കാണ് ഇവന്മാരുടെ ലീലാവിലാസങ്ങൾ ഇത്രയും വൃത്തികേടായിട്ട്. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ഡ്രസ്സിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഡ്രസ്സിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരിച്ചിരി മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് പോകാം, ഇച്ചിരി വൃത്തിക്കൊക്കെ പോകാം. ആദ്യമായിട്ട് വരുമെന്നുള്ള അവർ ഇതിന് മുന്നിൽ ഫോണിലും മറ്റുമൊക്കെ കണ്ടിട്ടേ ഉള്ളെന്ന് അവർ പറയുന്നുണ്ട്. ഈ ഫോണിലൊക്കെ കണ്ടപ്പോൾ ഇവരിങ്ങനെയാണോ? ഇതൊക്കെ ചുമ്മാ ഇതിപ്പോൾ ഒരു ചർച്ചയായില്ലേ? ഇതിനു വേണ്ടി തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊരു ചർച്ചയാകണം. അന്നാരാജൻ എന്നൊരു 10 പേര് പറയുമ്പോഴത്തേക്ക് അത് അടുത്ത ആൾക്കാർ കേൾക്കും. അങ്ങനെ അത് കാണുന്നവരറിയും. ഇതിന് തന്നെയാണ് ഇവർ ഈ വേണ്ടാത്ത തോന്നിയാസങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ആ കൂടെ ഈ വീഡിയോ പിടിക്കുക. ഒരിക്കലും ഈ നീലക്കുയിലെന്ന് പറയുന്നവന്മാരുണ്ടല്ലോ ഒരിടത്തും അടുപ്പിക്കരുത്. ഒരിടത്തും ഒരു പരിപാടിക്കുണ്ടല്ലോ ഇവന്മാരെ അടുപ്പിക്കുകയും ചെയ്യില്ല. ഇവന്മാരെ ഒരു കയ്യകലം മാറ്റി നിർത്തിക്കണം. എത്ര അകലം നിന്നാലും ഇവന്മാർ സൂം ചെയ്തെടുക്കും, എടുത്തേച്ച് കാണിക്കുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഇതല്ലേ ആ ഒരു സീൻ കാണിച്ചേക്കുന്ന ആ ഒരു ചാനലുകാരുടെ. ദൂരെ നമ്മൾ നോക്കിയാലോ നമുക്കല്ല പെട്ടെന്ന് നോക്കിയാലോ കാണത്തില്ല. അവരെ തിരിയുന്ന നോക്കി നിന്ന് അവിടെ തന്നെ സൂം ചെയ്ത് ഇത് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ്റെ വീട്ടിലെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഇതൊക്കെയല്ലേ ഉള്ളൂ.
അല്ലാതെ അവർക്കില്ലാത്തതൊന്നും അല്ലല്ലോ ഈ കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ള നാറികളൊക്കെ ഉള്ളിടത്തോളം ഇവൻ്റെയൊക്കെ അമ്മയും പെങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നെന്നാണ് ഓർക്കുന്നത്. അത്രയ്ക്ക് തരം താഴ്ന്ന കുറേ അവന്മാർ. എന്നാണല്ലോ അവൻ്റെ സംസാരവും രീതിയൊക്കെ കണ്ടങ്ങ് തേനൊലിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ട് പോയേക്കുന്നതെന്നൊന്നും ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അത് തന്നെയല്ല നമ്മുടെ മറ്റേ ആ മീര എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി അത് ബ്ലൗസ് ഇച്ചിരി സാരിയൊക്കെ താത്താണ് എടുത്തേക്കുന്നത്. അവർ പറയുന്നവർ മുഖം പോലും അല്ല എടുക്കുന്നത്. ആ വയറിൻ്റെ അവിടെ ഒക്കെ ആയിട്ടാണ് കൃത്യം. അവർ ഈ സാരിയൊക്കെ ഒതുക്കി ചുമ്മാ വലിച്ച് തോളലിട്ടും ഇട്ടതാക്കി അവർ നിന്ന് ആ ഒരു അടുപ്പി തീ കത്തിക്കുന്നതിനായിട്ട് നിന്നതാണ്. അവിടെയൊക്കെ കാണിച്ചു വെക്കും. നല്ല ആണുങ്ങൾ വേണം, നല്ല കൈക്കലുള്ള ആമ്പിളാരുണ്ടെങ്കിലോ ഒറ്റ ഒരെണ്ണം കൊടുത്ത് ചേർണം പോടാ ഇറങ്ങി വെളിയിലെന്ന് പറയണം. അതാണ് ചെയ്യേണ്ടത്. ഇവനൊന്നും വീഡിയോ എടുക്കാൻ കൊടുക്കരുത്. എന്നാണേലും നീലക്കുയിൽ ഈ പ്രാവശ്യത്തെ പൊങ്കാല കൊണ്ടുപോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്രാവശ്യത്തെ പൊങ്കാല നീലക്കുയിൽ കൈക്കലാക്കി എല്ലാ പെണ്ണുങ്ങളുടെയും ഭയങ്കര മോശമായിട്ട്. ഇനിയിപ്പോൾ വരുന്നവർക്ക് എത്ര ടെൻഷനോട് കൂടിയെന്നായിരിക്കും അവർ മാന്യമായിട്ടുള്ളവർക്ക് ഒരു പൊങ്കാല ഇടുന്ന എത്രമാത്രം ടെൻഷനോട് കൂടിയായിരിക്കും. എവിടെയെങ്കിലും കാണുമോ എന്തെങ്കിലും ഇതായിരിക്കും. ഇവർ വീഡിയോ എടുക്കാൻ വരുമ്പം തന്നെ ടെൻഷനായിരിക്കും. അവർക്ക് മനസ്സമാധാനത്തോടെ ഒരു പൊങ്കാല ഇടാൻ പറ്റുമോ? ഇവന്മാർ എവിടെയെങ്കിലും തിരിയുന്നിടം എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ വേണ്ടതിനുമാക്കി ഇടുമോ എന്നൊരു ചിന്ത വരത്തില്ലേ? പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് പൊങ്കാല ഇടാൻ പോകുന്ന ആൾക്കാർ അവിടെ കാണിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. ഇങ്ങനെയുള്ള ഈ എന്നതിലൊക്കെ ഒരു ഇച്ചിരി ഫെയിമായിട്ടുള്ളവരെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചേക്കുന്നത്. പക്ഷേ ഫെയിമായിട്ടുള്ള ആനി, സുരേഷ് ഗോയുടെ ഭാര്യ ഇവരൊക്കെ ഇടുന്നിടത്തൊന്നും ഇവനൊന്നും പോയി ഈ മാതിരി തോന്നിയാസമൊന്നും കാണിച്ചിട്ടില്ല. പിടിച്ചാലല്ല നമുക്ക് കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്നും പോയി അങ്ങനെയുള്ള തോന്നിയാസങ്ങളും കാര്യങ്ങളും കാണിക്കാതെ. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ആ സാരിയൊക്കെ കൊടുത്തേക്കുന്നത് നല്ല വൃത്തിക്കാണ്. അവരൊക്കെ എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഒത്തിരി ആയിരിക്കും അവരവരുടെ വീട്ടിൽ തന്നെയാണ് തോന്നിട്ടേക്കുന്നതെന്ന് തോന്നും. അവിടെ തന്നെയാണ് ചെയ്തേക്കെന്ന് തോന്നും. അതുകൊണ്ട് അവർക്കൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ. പക്ഷേ ഈ ദൂരെ നിന്നൊക്കെ വരുന്നത് സമയത്തേക്ക് അവരെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് അവിടെ വന്ന് ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും എടുത്തും എല്ലാം കഴിയുമ്പോഴത്തേക്ക് എത്രയാണെങ്കിലും സാരിയൊക്കെ ഒരു ഇച്ചിരി ഒന്ന് അയയും. അന്നേരമായിരിക്കും ഇവന്മാർ വന്ന് വെച്ചാൽ ഇവന്മാർക്ക് തോന്നിയ പോലെ കിടന്ന് കാണിക്കുന്നത്. എന്നെയുള്ള ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഭക്തിയോട് നമുക്ക് നമ്മുടെ മനസ്സിലങ്ങൊരു ഭയങ്കര ഒരു നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊക്കെ അങ്ങ് കുളിർ കോരുന്ന പോലെ തോന്നും. കാര്യം അത്രയ്ക്ക് നമുക്ക് ആ ഒരു ഭക്തിയും ഇതെല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഓരോരുത്തർ അർപ്പിക്കുന്ന കാണുമ്പോഴത്തേക്ക്. അപ്പോൾ അത്രയ്ക്ക് ഇതായിട്ടൊരു ആറ്റുകാൽ പറയാറുണ്ട് നമ്മളവിടെ ചെല്ലണമെന്ന് അമ്മയും കൂടെ തീരുമാനിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെയും കേട്ടിട്ടുണ്ട് പറഞ്ഞ്. അതുപോലുള്ള നമ്മൾ ആ ഒരു ഭക്തിയോടു കൂടിയാണ് നമ്മളത് കാണുന്നത്. അവിടെ വന്ന് കിടന്ന് കാണിക്കുന്ന കോലങ്ങളാണ് കുറേ പെണ്ണുങ്ങളും പിന്നെ ഈ നീലക്കുയിലെന്ന് പറയുന്ന അവന്മാരും. കുറേ പെണ്ണുങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാരാജൻ മാത്രമേ ഉള്ളൂ ഇത്ര തോന്നിയാസം കാണിക്കുന്നിട്ടുള്ളത്. അല്ലാതെ ബാക്കി ആരും അവരുടെ അറിവോടുകൂടിയല്ല അതങ്ങനെ സംഭവിച്ചേക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സദാചാരം പറയുകയല്ല. ഇതൊക്കെ ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാം, പക്ഷെ നമുക്ക് അല്ലാത്ത സമയത്ത് ഇടാമല്ലോ. ഇങ്ങനെയുള്ള സ്ഥലത്തല്ലല്ലോ അങ്ങനെയുള്ള വസ്ത്ര സ്വാതന്ത്ര്യം കാണിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും അല്ലല്ലോ. അത് ബോധം ഉള്ളവർക്ക് മനസ്സിലാകും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.